ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ. അതിനു മുമ്പായി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പ്രവർത്തനം 1 നോക്കൂ മക്കളെ. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. ഖണ്ഡിക വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നമുക്കവിടെ താഴെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് ചൂടെ നൽകുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ് പറയുന്നത് കേട്ടോ. ടീച്ചർ വായിച്ചു തരാം, മക്കൾ കേട്ടിരിക്കുക. മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ആരോ വലിച്ചെറിഞ്ഞ ഒരു വിത്തിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കുഞ്ഞായിരുന്നു ഞാൻ. മണ്ണിന്റെ മടിയിൽ അമ്മയുടെ മടിത്തട്ടിലെന്ന പോലെ ഞാൻ മയങ്ങിക്കിടന്നു. വിറ്റു വീണ മഴത്തുള്ളികൾ എൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. ഇളം കാറ്റ് സ്നേഹത്തോടെ എന്നെ തലോടി. നിറഞ്ഞ ചിരിയോടെ സൂര്യൻ എൻ്റെ തലയ്ക്കു മുകളിൽ തെളിഞ്ഞു നിന്നു. കുഞ്ഞിലകൾ വിടർത്തി ഞാനും തലയാട്ടി ചിരിച്ചു. കാലം കടന്നുപോയി. ഞാനൊരു മരമായി വളർന്നു. എത്രയോ പേർക്ക് തണലേകി, കൂടൊരുക്കി, പഴങ്ങൾ നൽകി. കാൽവിരലുകൾ നീട്ടി പുഴയെയും കൈവിരലുകൾ നീട്ടി മേഘത്തെയും ഒരേ സമയം തൊട്ടു. ഞാൻ എത്ര സന്തോഷിച്ചെന്നോ. പെട്ടെന്നാണ് എല്ലാം തകിടമറിഞ്ഞത്. ആഞ്ഞുവീശിയ കോടാലി മൂർച്ചയിൽ എൻ്റെ കൈക്കാലുകൾ മുറിച്ചു നീക്കപ്പെട്ടു. താഴെ വീണു ചിതറിയ കൂടിനരികിൽ നിലവിളിക്കുന്ന അമ്മക്കിളിയെ കണ്ടപ്പോൾ എൻ്റെ അല്ലൽ ഇരട്ടിച്ചു. ഒരു വിത്ത് മുളച്ച് ചെടിയായി മാറി, അത് മരമായി മാറി, പിന്നീട് അതിനെ മുറിച്ച് മാറ്റപ്പെട്ട ഒരു കഥയാണ് നമ്മളിപ്പോൾ വായിച്ചത് അല്ലേ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ തന്നിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. 1ാമത്തെ ചോദ്യം നോക്കൂ. വിത്തിനുള്ളിൽ മയങ്ങിക്കിടന്നിരുന്നത് ആരാണ്? ഓപ്ഷൻ എ കുഞ്ഞിക്കിളി, ബി മഴത്തുള്ളി, സി പൂമ്പാറ്റ, ഡി മരം. ആരായിരുന്നു മക്കളെ? മരമാണല്ലേ. ഇനി ബി, മരത്തിന്റെ വേരുകൾ ആഴത്തിൽ വളർന്നെന്ന് വ്യക്തമാക്കുന്ന വാക്യം ഏതാണ്? ഓപ്ഷൻ എ നോക്കൂ. കൈവിരലുകൾ നീട്ടി മേഘത്തെ തൊട്ടു, ബി തലയാട്ടി ചിരിച്ചു, സി കാൽവിരലുകൾ നീട്ടി പുഴയെ തൊട്ടു, ഡി ഞാൻ മയങ്ങിക്കിടന്നു. ഏതായിരുന്നു മക്കളെ? യെസ്, മരത്തിന്റെ വേരുകളാണ്. അതുകൊണ്ട് കൈവിരലുകളാവുമോ? ഇല്ലല്ലേ. സി ആണ്, കാൽവിരലുകൾ നീട്ടി പുഴയെ തൊട്ടു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സി ക്വസ്റ്റ്യൻ. ആഞ്ഞു വീശിയ കോടാലി മൂർച്ചയിൽ എൻ്റെ കൈക്കാലുകൾ മുറിച്ചു നീക്കപ്പെട്ടു. മരത്തിന്റെ ഈ അവസ്ഥയ്ക്ക് ആരായിരിക്കും കാരണക്കാർ? അഥവാ മരം മുറിച്ചു മാറ്റപ്പെട്ടു എന്നാണ് പറയുന്നത് അല്ലേ. ആരായിരിക്കും? ഓപ്ഷൻ എ മനുഷ്യർ, ബി മൃഗങ്ങൾ, സി ആകാശം, ഡി മഴ. ഈ കൂട്ടത്തിലെ ആരാണ് മക്കളെ മരത്തെ മുറിക്കുന്നത്? മനുഷ്യരാണല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മരങ്ങൾ നമുക്ക് നൽകുന്ന സഹായങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ തണൽ, ബി കൂട്, സി വെയിൽ, ഡി പഴങ്ങൾ. ഏതായിരുന്നു? വെയിലാണല്ലേ. നമുക്ക് തണലും കൂടും പഴങ്ങളും എല്ലാം മരം നൽകുന്നുണ്ട്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സങ്കടം എന്നർത്ഥം വരുന്ന ഏതു പദമാണ് കഥാഭാഗത്ത് നൽകിയിട്ടുള്ളത്? മൂർച്ച, തളിര്, ഇളം, അല്ലൽ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കേട്ടോ. അല്ലൽ എന്ന് പറഞ്ഞാൽ സങ്കടം, ദുഃഖം എന്നാണ് അർത്ഥം. ഇനി പ്രവർത്തനം 2 നോക്കൂ മക്കളെ. വരികൾ കൂട്ടിച്ചേർക്കാം. നമുക്കവിടെ താഴെ ചെറിയൊരു കവിത തന്നിട്ടുണ്ട്. അതിന് ബാക്കിയായിട്ട് തുടർന്നുള്ള വരികൾ എഴുതാനാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ആ കവിത ഒന്ന് വായിച്ചു നോക്കിയാലോ. മാനത്തു മഴ വരും ആഘോഷം, പാടത്തിനതു കണ്ടു സന്തോഷം, മാനത്തു കൊട്ടും കുഴൽപ്പാട്ടും, പാടത്തു വെട്ടും വിതപ്പാട്ടും, മാനത്തു മേഘത്തിൻ തേരോട്ടം, പാടത്തു കുളിരന്റെ നീരോട്ടം. മാനത്തെയും പാടത്തെയും കാഴ്ചകൾ ചേർത്ത് 4 വരികൾ കൂട്ടിച്ചേർക്കൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ടീച്ചർ മക്കൾക്ക് 4 വരി തന്നിട്ടുണ്ട്. നമുക്കത് വായിച്ചു നോക്കിയാലോ. മാനത്തു ചാലിച്ച കരിമുകിലും, പാടത്തു വിളയുന്ന പൊൻകതിരും, മാനത്തു മിന്നുന്ന മിന്നൽ കുടിയും, പാടത്തു തുള്ളുന്ന പരൽമീനും. മാനത്തെയും പാടത്തെയും കുറിച്ച് ഒരു 4 വരി. ഓക്കെ, അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 3, ചിഹ്നം ചേർക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച് ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്തെഴുതുക. താഴെ നമുക്ക് നോക്കൂ, ഒരു ചെറിയൊരു കഥയുടെ ഭാഗം തന്നിട്ടുണ്ട്. അതിന് ഫുൾ സ്റ്റോപ്പോ അതുപോലെ ക്വസ്റ്റ്യൻ മാർക്കും പോലുള്ള ചിഹ്നങ്ങളൊക്കെ ചേർക്കാനാണ് പറയുന്നത് കേട്ടോ. നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞനുറുമ്പ്. നേർത്ത നനവുള്ള പച്ചപ്പുൽ തകിടിലൂടെ തെന്നി തെന്നി പോകുന്നത് അവൻ സ്വപ്നം കണ്ടു. നല്ല രസം. അവൻ കൂടുതൽ ഉത്സാഹത്തോടെ തെന്നി നീങ്ങാൻ തുടങ്ങി.
കുഞ്ഞാ, നീ ഇനിയും എഴുന്നേറ്റില്ലേ? അമ്മയുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടി ഉണർന്നു. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഭാഗം. ഇതിൽ ഫുൾ സ്റ്റോപ്പ് ഒന്നുമില്ലല്ലേ? അപ്പൊ അതെല്ലാം ചേർത്ത് നമുക്കൊന്നുകൂടി എഴുതി നോക്കാം കേട്ടോ. നോക്കൂ, ടീച്ചർ അവിടെ ചിഹ്നങ്ങളൊക്കെ ചേർത്ത് എഴുതി തന്നിട്ടുണ്ട്. നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞനുറുമ്പ്. അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ചേർക്കണം. നേർത്ത നനവുള്ള പച്ചപ്പുൽ തകിടിലൂടെ തെന്നി തെന്നി പോകുന്നത് അവൻ സ്വപ്നം കണ്ടു. ഫുൾ സ്റ്റോപ്പ് ഇടണം അല്ലേ? നല്ല രസം. അവിടെ എന്താ ഇടേണ്ടത്? അത്ഭുതത്തിന്റെ ചിഹ്നമായിട്ടുള്ള എക്സ്ക്ലമേറ്ററി ചിഹ്നം എഴുതണം കേട്ടോ. പിന്നെ അവൻ കൂടുതൽ ഉത്സാഹത്തോടെ തെന്നി നീങ്ങാൻ തുടങ്ങി. അവിടെയും ഫുൾ സ്റ്റോപ്പ് ഇടണം. കുഞ്ഞാ, അവിടെ ഒരു കോമ ഇടണം. നീ ഇനിയും എഴുന്നേറ്റില്ലേ? ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. പിന്നെ അമ്മ പറയുന്നതാണ്, അതുകൊണ്ട് നമ്മൾ അവിടെ മുകളിൽ 2 ഭാഗത്തും കോട്ടേഷൻ മാർക്ക് ഇടണം കേട്ടോ. അഥവാ 2 കോമ പോലുള്ളത്. ഇനി അമ്മയുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടി ഉണർന്നു. അവിടെയും ഫുൾ സ്റ്റോപ്പ് ഇടണം അല്ലേ? സോ ഇത്രയും ചിഹ്നങ്ങളാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 4 എന്താണ്? പ്രവർത്തനം 4ൽ 2 പ്രവർത്തനമുണ്ട്. അവയിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? എ ഓർ ബി എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്നിനാണ് നിങ്ങളോട് ഉത്തരം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 4A നോക്കൂ. സംഭാഷണം എഴുതാം. ആബിദക്കുട്ടിയുടെ കൈവിട്ട് പറന്നുയർന്ന പട്ടൂസ് മാനത്തു പറന്നു നടന്നു. അവൻ ആകെ പ്രയാസമായി. പട്ടൂസിന്റെ വിഷമം കണ്ട് അമ്പിളി അമ്മാവൻ കാര്യം തിരക്കി. എന്തൊക്കെയാവും പട്ടൂസും അമ്പിളിമാമനും തമ്മിൽ പറഞ്ഞിരിക്കുക? സംഭാഷണ രൂപത്തിൽ എഴുതി നോക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? പട്ടൂസും അതുപോലെ അമ്പിളിമാമനും തമ്മിലുള്ള സംഭാഷണം കേട്ടോ. നമുക്ക് എഴുതി നോക്കാം. അവിടെ അമ്പിളിമാമൻ ആദ്യം എന്താണ് ചോദിക്കുന്നത് എന്ന് തന്നിട്ടുണ്ടല്ലേ? എന്താണ് ചോദിച്ചത് അമ്പിളിമാമൻ? എന്തിനാ പട്ടൂസ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നാണല്ലേ? അപ്പൊ പട്ടൂസ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? എനിക്ക് ആബിദക്കുട്ടിയെ കാണാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അമ്പിളിമാമൻ ചോദിക്കും, ആരാണ് ആബിദക്കുട്ടി? പട്ടൂസ് എന്ത് പറയും? അവളാണ് എന്നെ ഉണ്ടാക്കിയത്. ഇത്താത്തയുടെ കയ്യിൽ നിന്ന് നൂല് പൊട്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. അമ്പിളിമാമൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? നീ വിഷമിക്കേണ്ട, ഞാൻ മേടക്കാറ്റിനോട് പറഞ്ഞ് നിന്നെ ആബിദയുടെ അടുത്തെത്തിക്കാം. പട്ടൂസ്, ഒരുപാട് നന്ദി അമ്പിളി അമ്മാവാ എന്ന് പറഞ്ഞ് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം കേട്ടോ. ഇതൊരു രീതിയാണ്. മക്കൾക്ക് എങ്ങനെ വേണമെങ്കിലും സംഭാഷണം എഴുതാവേ. ഇനി പ്രവർത്തനം 4ലെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഗദ്യ രൂപത്തിലാക്കാം. താഴെ നൽകിയ കവിത വായിച്ച് ആശയം ചോർന്നു പോകാതെ പൂർണ്ണവാക്യങ്ങളാക്കി എഴുതുക. അപ്പൊ എന്താണ് നമ്മളോട് ചോദിക്കുന്നത്? താഴെ ഒരു കവിത തന്നിട്ടുണ്ട്. അതിനെ ഒരു പാരഗ്രാഫായിട്ട് എഴുതണം കേട്ടോ. കവിത എന്താണ്? ചിറക് കുരുത്തു തുടങ്ങും മുമ്പൊരു ചിന്ന കുരുവി നനയ്ക്കുന്നു. നീലാകാശം കൂട്ടിനരികെ നിന്നു പതുക്കെ വിളിക്കുന്നു. കാടിൻ മീതെ വയലിൻ മീതെ കടലിൻ മീതെ പോകണമോ? കുഞ്ഞിക്കാറ്റു കളിച്ചു നടക്കും കുന്നിൻ ചിരിവിലിരിക്കണമോ? ചിറക് മുളച്ചു വരുന്ന ഒരു ചെറിയൊരു കുരുവിയുടെ വിചാരങ്ങളാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. അതിനെ എങ്ങനെ ഗദ്യരൂപത്തിലാക്കാം അല്ലെങ്കിൽ ഒരു പാരഗ്രാഫായിട്ട് എഴുതാം മക്കളെ? നോക്കൂ. ചിറക് മുളച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കുരുവി ആലോചിക്കുന്നു. നിലാവുള്ള ആകാശം തൻ്റെ കൂട്ടിനരികിൽ വന്ന് പതുക്കെ വിളിക്കുകയാണ്. കാടിന് മുകളിലൂടെയും വയലിന് മുകളിലൂടെയും കടലിന് മുകളിലൂടെയും പറന്നു പോകണമോ? അതോ കുഞ്ഞിക്കാറ്റ് കളിച്ചു നടക്കുന്ന കുന്നിൻ ചെരുവിലിരിക്കണമോ എന്നാണ് ആ കുരുവി ചിന്തിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി പ്രവർത്തനം 5 നോക്കൂ. പ്രവർത്തനം 5ൽ 2 പ്രവർത്തനമുണ്ട്. അവയിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഏതാണ്? കത്തെഴുതാം. മൈക്കിള് ചേട്ടൻ്റെ സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചന്ദ്രനിലേക്ക് യാത്ര പോയ കുട്ടിയുടെ അനുഭവങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? യാത്ര പോയ കുട്ടി തൻ്റെ അനുഭവങ്ങൾ കൂട്ടുകാരനായ സോനുവിനെ ഒരു കത്തിലൂടെ എഴുതി അറിയിച്ചു. എന്തൊക്കെയായിരിക്കും കത്തിലെ വിശേഷങ്ങൾ? എഴുതി നോക്കൂ എന്നാണ് പറയുന്നത്. ഒരു കത്ത് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം മക്കളെ? സ്ഥലവും തീയതിയും എഴുതണം. പിന്നെ അതൊരു ബോക്സിലാക്കണം കേട്ടോ. പ്രിയപ്പെട്ട സോനുവിന് സുഖമെന്ന് കരുതുന്നു. മൈക്കിളേട്ടൻ്റെ സൈക്കിൾ വാടകയ്ക്കെടുത്ത് ഞാൻ ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ കത്തെഴുതുന്നത്. സത്യത്തിൽ ചന്ദ്രനിലെ കാഴ്ചകൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഇവിടെ ഭൂമിയെ പോലെ വായുവോ വെള്ളമോ ഇല്ല. ഞാൻ നിലാവ് കൊള്ളാനായിരുന്നു ചന്ദ്രനിലേക്ക് പോയത്. ചന്ദ്രനിലെത്തിയപ്പോൾ അവിടെ മേഘത്തിൽ ഒരു കുട്ടി ഇരിക്കുന്നത് കണ്ടു. അവൻ ആരാണെന്നറിഞ്ഞാൽ നീ ശരിക്കും അത്ഭുതപ്പെടും. ചന്ദ്രനായിരുന്നു അത്. ചന്ദ്രൻ മുകളിൽ നിന്ന് പിടിവിട്ട് വീണ് മേഘത്തിലെത്തിയതായിരുന്നു. ഞാനും ചന്ദ്രനും ഒരുപാട് സംസാരിച്ചു. ചന്ദ്രനും ഭൂമിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ അവനെയുമായി ഭൂമിയിലേക്ക് വന്ന് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു കൊടുത്തു. നമ്മുടെ മരങ്ങളും മലകളും പുഴകളും. പിന്നെ ചന്ദ്രനെ സൈക്കിൾ ഓടിക്കാനും പഠിപ്പിച്ചു.
അന്ന് രാത്രി ആയപ്പോഴേക്കും ചന്ദ്രൻ ആകാശത്തേക്ക് തന്നെ മടങ്ങി. അടുത്ത പ്രാവശ്യം ഞാൻ ചന്ദ്രനിലേക്ക് പോകുമ്പോൾ ഉറപ്പായും നിന്നെയും കൊണ്ടുപോകും. നിന്നെ ഞാൻ ചന്ദ്രന് പരിചയപ്പെടുത്തി കൊടുക്കും. സ്നേഹത്തോടെ, നിന്റെ കൂട്ടുകാരൻ. ഇനി അതിലെ 5B നോക്കൂ. യാത്രാനുഭവ വിവരണം. നിരവധി യാത്രകൾ കൂട്ടുകാർ നടത്തിയിട്ടുണ്ടല്ലോ. അവയിൽ ഏറ്റവും ഇഷ്ടമായ യാത്ര ഏതാണ്? യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്നവരെയും കണ്ട കാഴ്ചകളെയും ഉൾപ്പെടുത്തി ആകർഷകമായ ഭാഷയിൽ ആ യാത്രാനുഭവങ്ങൾ ഒന്നെഴുതി നോക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ എഴുതാൻ എന്താണ് മക്കളെ? യാത്രാനുഭവ വിവരണമാണല്ലേ. യാത്രാ വിവരണം എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഹെഡിങ് കൊടുക്കണം കേട്ടോ മക്കളെ. എൻ്റെ മറക്കാനാകാത്ത വയനാട് യാത്ര. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നത് കൂട്ടുകാരോടൊപ്പം നടത്തിയ വയനാട് യാത്രയാണ്. ഞാനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ അച്ചുവും രാഹുലും ചേർന്നാണ് ഈ യാത്ര പോയത്. പച്ചപ്പും തണുപ്പും നിറഞ്ഞ ആ മലയോര പ്രദേശം ഞങ്ങളെ ഒത്തിരി ആകർഷിച്ചു. യാത്രയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകൾ ഒന്നിനൊന്ന് മനോഹരമായിരുന്നു. മുകളിലേക്ക് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന താമരശ്ശേരി ചുരം കയറിയപ്പോൾ താഴെ കണ്ട കാഴ്ചകൾ അതിശയകരമായിരുന്നു. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ തണുത്ത വെള്ളത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു. ബാണാസുര സാഗർ അണക്കെട്ടിലെ ബോട്ട് യാത്രയും മുത്തങ്ങയിലെ കാട്ടുമൃഗങ്ങളെ കണ്ടതും ഒരിക്കലും മറക്കാൻ കഴിയില്ല. കൂട്ടുകാരോടൊപ്പമുള്ള ചിരിയും കളികളും പാട്ടുകളുമാണ് ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കിയത്. പ്രകൃതി ഭംഗി ആവോളം ആസ്വദിച്ച ആ ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. ഇത് ചെറിയൊരു ഉദാഹരണമാണ് യാത്രാ വിവരണത്തിന്. ഇതുപോലെ മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു യാത്രയെക്കുറിച്ച് കുറിപ്പ് എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്